നമ്മുടെ സെക്കൻഡ് ടോപ്പിക്കാണ് ബേസിക് ലെക്സിക്കൽ എലമെൻറ്റ്സ് ആൻഡ് ഡാറ്റ ടൈപ്സ് എന്ന് പറയും. എന്തൊക്കെ എലമെൻറ്റ്സ് ഈ പ്രോഗ്രാം എഴുതാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, അതാണ് ലെക്സിക്കൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. നോക്കിയാൽ മനസ്സിലാവും. ഒന്നാമത്തെ 4 എണ്ണമാണ് മെയിനായിട്ടുള്ളത്. ഐഡൻറ്റിഫയർ, കീ വേർഡ്സ്, വൈറ്റ് സ്പേസ്, കമൻസ്. ഒരു പ്രോഗ്രാം എഴുതാൻ വേണ്ടി എന്തൊക്കെ വേണം, അതിനാണ് നമ്മൾ ലെക്സിക്കൽ എലമെൻറ്റ്സ് അല്ലെങ്കിൽ ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത്. ഐഡൻറ്റിഫയർ നോക്കിക്കേ എന്താണ്? ആൻ ഐഡൻറ്റിഫയർ ഗിവ്സ് എ യൂണിക് നെയിം ടു ആൻ ഒബ്ജക്റ്റ് സച്ച് എസ് EQ1, I0 ഓർ I. എനിക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞില്ല ആ മൊഡ്യൂളിന്. അതിനാണ് ഐഡൻറ്റിഫയർ എന്ന് പറയുന്നത്. അത് നമുക്ക് അണ്ടർസ്കോർ വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യാം. അണ്ടർസ്കോറും $സൈനൊക്കെ നമ്മൾ ഈ നെയിം ചെയ്യാൻ വേണ്ടി വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. രണ്ടാമത്തെ കീവേഡ്സ് എന്ന് പറയും. കീവേഡ്സ് ആർ പ്രീ ഡിഫൈൻഡ് ഐഡൻറ്റിഫയേഴ്സ് ദാറ്റ് ആർ യൂസ്ഡ് ഇൻ ഡിസ്ക്രൈബ് ലാംഗ്വേജ് കൺസ്ട്രക്ട്സ്. അതായത് നമുക്ക് മൊഡ്യൂള്, വയറ്, ആ ടേംസൊക്കെ ഇല്ലേ, അതിനാണ് നമ്മൾ കീവേഡ്സ് എന്ന് പറയുന്നത്. അസൈന്, അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഇൻപുട്ട്, ഔട്ട്പുട്ട്, വയർ അങ്ങനെയൊക്കെ എടുത്തിട്ടില്ലേ, അതാണ് കീവേഡ്സ് എന്ന് പറയുന്നത്. അടുത്ത വൈറ്റ് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ എക്സ്പ്രഷൻ കഴിയുമ്പോൾ സ്പേസ് വേണം. ഉണ്ടോ? ഇപ്പോൾ അസൈൻ കഴിഞ്ഞ് സ്പേസ് കഴിഞ്ഞിട്ടാണ് ഈക്വൽ വരുന്നത്. അതുപോലെ തന്നെ I0 കഴിഞ്ഞ് സ്പേസ് കഴിഞ്ഞിട്ടാണ് ആമ്പ്. അപ്പോൾ അതാണ് വൈറ്റ് സ്പേസ് എന്ന് ഉദ്ദേശിക്കുന്നത്. സ്പേസ് വേണ്ടത് സ്പേസ് വേണം, ഇല്ലെങ്കിൽ പ്രോഗ്രാം എന്ത് ചെയ്യും, എറർ കാണിക്കും ഔട്ട്പുട്ട് എടുക്കാൻ നേരത്ത്. അടുത്ത കമൻസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി, പ്രോഗ്രാമിൽ ആഡ് ചെയ്തതിലും പ്രശ്നമില്ല. പക്ഷേ ഇവിടെ ഓൾറെഡി കമൻസ് കാണിച്ചിട്ടുണ്ട്. കമൻസ് നമുക്ക് പ്രോഗ്രാമിനകത്ത് എക്സിക്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ മറ്റൊരാൾക്ക് ഞാനൊരു പ്രോഗ്രാം എഴുതി, അത് വേറൊരാൾ വന്ന് നോക്കുമ്പം അയാൾക്കത് കണ്ടാൽ മനസ്സിലാവണം എന്തിനാണ് ഈ ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കുന്നത്, ഇത് എന്തൊക്കെയാണെന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കമൻസ് കൊടുക്കുന്നത്. കമൻസ് എപ്പോഴും എഴുതാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ഒരു 2 സ്ലാഷ് ഉണ്ടോ, സ്ലാഷ് കൊടുത്തിട്ട് വേണം കൊടുക്കുക. അപ്പോൾ അത് പ്രോഗ്രാമിനകത്ത് എന്ത് ചെയ്യുന്നില്ല, ആഡ് ചെയ്യുന്നില്ല, പക്ഷേ മറ്റൊരാൾക്ക് നോക്കുമ്പോൾ അത് മനസ്സിലാവുന്ന പോലെയാണ്. ഓക്കെ. പിന്നെ നമുക്ക് 3-4 കമൻറ്റ് ലൈൻസ് ഒക്കെ എഴുതണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ എഴുതാം. സ്ലാഷ് സ്റ്റാർ ഇട്ടിട്ട് ഇങ്ങനെ കമൻറ്റ് ലൈൻസ് എഴുതാവുന്നതാണ്. അടുത്താണ് ഡാറ്റ ടൈപ്സ്. ഡാറ്റ ടൈപ്സ് എന്ന് പറഞ്ഞാൽ 4 വാല്യൂ സിസ്റ്റമാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ പ്രോഗ്രാമിന് മൊത്തം നമുക്ക് കൊടുക്കേണ്ട വാല്യൂസ് ഇൻപുട്ടായിട്ട് നമ്മൾ കൊടുക്കുന്ന 4 കാര്യങ്ങളാണ്. 0 ഉണ്ട്, 1 ഉണ്ട്, Z ഉണ്ട്, X ഉണ്ട്. 0 മീൻസ് ലോജിക് 0, ഫോൾസ് കണ്ടീഷൻ. 1 മീൻസ് ട്രൂ കണ്ടീഷൻ. Z മീൻസ് ഹൈ ഇംപിഡൻസ് സ്റ്റേറ്റ് ആണ്. ഹൈ ഇംപിഡൻസ് സ്റ്റേറ്റ്. X എന്ന് പറഞ്ഞാൽ അൺനോൺ വാല്യൂ, നമുക്ക് വാല്യൂ അറിയത്തില്ല. ഇപ്പോൾ നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെയൊക്കെ കേസിൽ അങ്ങനെ കാണാറുണ്ട്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ 4 ഡേറ്റാസാണ് നമ്മൾ ഔട്ട്പുട്ട് കാണുമ്പോഴൊക്കെ നമുക്ക് ആവശ്യം വരുന്നത്. ഓക്കെ. ഇനി ഈ ഡേറ്റയെ തന്നെ നമുക്ക് 2 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യാം. വെരിലോ ഹാസ് 2 മെയിൻ ഗ്രൂപ്പ്സ് ഓഫ് ഡാറ്റ ടൈപ്സ്, നെറ്റ് ഗ്രൂപ്പ് ആൻഡ് വേരിയബിൾ എന്ന് പറയും. നെറ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഡാറ്റ ടൈപ്സ് ഇൻ ദ നെറ്റ് ഗ്രൂപ്പ് റെപ്രസെൻറ്റ് ഫിസിക്കൽ കണക്ഷൻസ് ബിറ്റ്വീൻ ദ ഹാർഡ്വെയർ കമ്പോണൻസ്. അതായത് ഇപ്പോൾ നമ്മൾ വയേഴ്സ് പറഞ്ഞല്ലോ, P0യും P1ഉം എന്താ, വയേഴ്സാണ് അല്ലേ, എന്ന് വെച്ചാൽ കണക്ഷനാണ്. അപ്പോൾ ഒന്നിൻ്റെ ഔട്ട്പുട്ടാണ് അടുത്തേക്ക് പോകുന്നത്. ആ കണക്ഷൻസ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ത്, നെറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. They are used as the outputs of a continuous assignments and as the connection signal between the different modules. ഓക്കെ, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഓക്കെ, അതുകൂടാതെ തന്നെ നമുക്ക് ഇതിപ്പോൾ ചെറിയ സിമ്പിൾ പ്രോഗ്രാമിനകത്ത് നമുക്ക് 2 കമ്പോണൻസ് കാണിക്കാൻ വേണ്ടി എടുത്താണ്. ഇപ്പം നമുക്കൊരു വലിയ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യണം, 8 ബിറ്റിൻ്റെയോ 3 ബിറ്റിൻ്റെയോ ഒക്കെ പ്രോഗ്രാമൊക്കെ ചെയ്യണമെങ്കിൽ ഇപ്പോൾ അതിനകത്ത് നമുക്ക് നിങ്ങളൊരിപ്പോൾ ഒരു മാർക്സ് ചെയ്യുമ്പോഴോ ഒക്കെ നിങ്ങൾക്ക് ചിലപ്പം 8:1 മാർക്സ് ആണെങ്കിൽ 8 ഇൻപുട്ട് കൊടുക്കണം, അങ്ങനെയൊക്കെയുള്ള കേസുകൾ വരാം. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിലൊക്കെ ആണെങ്കിൽ നമ്മൾ വയറിനെ 7:0 എന്ന് പറഞ്ഞ് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. കണ്ടോ, 8 ബിറ്റ് ഡേറ്റയൊക്കെ കാണിക്കാൻ വേണ്ടി അത്രയും 7 വയേഴ്സ് വേണം കണക്ഷൻ. അതുപോലെ തന്നെ ഇപ്പോൾ 31:0 32 ബിറ്റ് അഡ്രസ് ആണെങ്കിൽ, അതുപോലെ 0:7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസെൻഡിങ് ഓർഡറിൽ അത് കാണിക്കും. 0 1 2 3 വയർ 0 വയർ 1 വയർ 2 വയർ, ആ രീതിയിൽ. ഡിസെൻഡിങ്ങിൽ കാണിക്കണമെന്നാണെങ്കിൽ നമ്മൾ ഹയസ്റ്റ് 7 ആദ്യം വയർ 7 ആ ഒരു ഓർഡറാണ് വേണ്ടതെങ്കിൽ നമുക്ക് അങ്ങനെയും കാണിക്കാം. അടുത്ത രണ്ടാമത്തെ ഗ്രൂപ്പാണ് വേരിയബിൾ ഗ്രൂപ്പ് എന്ന് പറയും. The data types in the variable group represent abstract storage and behavioral modeling and are used in the outputs of procedural assignments. There are 5 data types in this group: register, integer, real, time and real time. അപ്പോൾ നമുക്ക് പ്രോഗ്രാമിനകത്ത് രജിസ്റ്റർ ഒക്കെ നമുക്ക് ആവശ്യം വരും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഡാറ്റ ടൈപ്സുകളുണ്ട്. ഈ 5 ഡാറ്റ ടൈപ്സ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് വേരിയബിൾ ഗ്രൂപ്പ് എന്ന് പറയും. മറ്റൊന്ന് പറഞ്ഞാൽ വയേഴ്സിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. വേരിയബിൾ ഗ്രൂപ്പ് എന്ന് പറയുമ്പം ഈ 5 കാര്യങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് അതിനകത്ത് അത് പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്മൾ കൂടുതലും ബിഹേവിയറൽ മോഡലിങ്ങിലാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ആർ യൂസ്ഡ് ഇൻ ദ ഔട്ട്പുട്ട്സ് ഓഫ് പ്രൊസീജിയർ അസൈൻമെൻറ്റ്സ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും സ്റ്റോറേജ് ഫിസിക്കൽ സ്റ്റോറേജ് ഒക്കെ ഉള്ള പ്രോഗ്രാമാണെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെയാണ് കൂടുതലും ഈ ടേംസ് നമ്മൾ യൂസ് ചെയ്യാറ്. അടുത്തതാണ് നമ്പർ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ അടുത്ത് നമ്മളിപ്പോൾ 2 ഡാറ്റ ടൈപ്പ് പരിചയപ്പെട്ടു. 4 വാല്യൂ സിസ്റ്റം എന്ന് പറയുന്നൊരു ഡാറ്റ ടൈപ്പാണ്. സെക്കൻഡ് ഡാറ്റ ടൈപ്പിനകത്ത് വരുന്ന ഗ്രൂപ്പുകൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു. ഇനി നമുക്ക് നമ്പർ റെപ്രസെൻറ്റേഷൻ, ഓരോ നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്.
ബൈനറിനെ നമ്മൾ ബി എന്ന് പറഞ്ഞു, ഒക്ടറിനെ ഒന്നെങ്കിൽ ഒ എന്നോ ക്യാപ്സ് ലോക്കിൽ റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. ഹെക്സാ ഡെസിമൽ ആണെങ്കിൽ എച്ച് അല്ലെങ്കിൽ എച്ച്, ഡെസിമൽ ആണെങ്കിൽ ഡി ഓർ ഡി എന്നൊക്കെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാം. നമ്മൾ പ്രോഗ്രാം നമ്മൾ മുന്നോട്ട് എഴുതുമ്പം നമുക്ക് ഈ ടേംസ് ഒക്കെ ആവശ്യം വരുമ്പം നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനുള്ള ടേംസ് എങ്ങനെയാണെന്ന് അറിയണമല്ലോ, അതിന് ഓരോ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അത് പരിചയപ്പെടുകയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ നമ്പർ റെപ്രസെൻറ്റേഷനകത്ത് സൈസ്ഡ് നമ്പറും ഉണ്ട്, അൺസൈസ്ഡ് നമ്പർ റെപ്രസെൻറ്റേഷനും ഉണ്ട്. സൈസ്ഡ് നമ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇതൊന്ന് വായിക്കാം. എ സൈസ്ഡ് നമ്പർ സ്പെസിഫൈസ് ദ നമ്പർ ഓഫ് ബിറ്റ്സ് എക്സ്പ്ലിസിറ്റ്ലി ഇഫ് ദ സൈസ് ഓഫ് ദ വാല്യൂ ഈസ് സ്മോളർ ദാൻ ദി സൈസ് ടേം സ്പെസിഫൈഡ്. ഞാൻ സ്പെസിഫൈ ചെയ്യുന്നേക്കാളും ഞാനൊരു എക്സാമ്പിൾ കാണിക്കും, നിങ്ങൾക്കത് മനസ്സിലാവും. ഇഫ് ദ ടേം സ്പെസിഫൈഡ്, സീറോസ് ആർ പാഡഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദി എക്സ്റ്റെൻറ്റ് ഓഫ് ദ നമ്പർ. അതായത് ഇസഡോ എക്സോ ഒക്കെ നമുക്ക് പാഡ് ചെയ്യാൻ പറ്റും. MSBയിൽ നമ്മൾ പാഡ് ചെയ്യാറുണ്ട്. അതൊരു എക്സാമ്പിൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ കണ്ടോ 5-B0 കണ്ടോ, അതായത് 5 ബിറ്റിൻ്റെ 0 ബിറ്റ് 0 എന്താ 5 ബിറ്റായിട്ട് വേണം, അത്ര ഞാൻ കാണിച്ചിട്ടുള്ളൂ. പക്ഷേ ഓട്ടോമാറ്റിക്കലി ഇവിടെ പാഡ് ചെയ്തിരിക്കുന്നത് കണ്ടോ 5 സീറോസ്. ഞാൻ ഇൻപുട്ടിൽ ഒരു 0 കൊടുത്തിട്ടുള്ളൂ. പക്ഷേ ഇവിടെ ഫസ്റ്റ് കേസ് നോക്കി, ഇവിടെ 5 ബിറ്റ് എനിക്ക് വേണ്ട ബിറ്റ് 110 എന്നാണ് ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. അതെനിക്ക് അവിടെ സ്റ്റോർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ ഞാൻ കൊടുക്കുവാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്തോളും, പാഡ് ചെയ്തോളൂ. 5 ബിറ്റായിട്ട് തന്നെ പാഡ് ചെയ്യും. ഇപ്പോൾ ബിറ്റ് 1 ആണെങ്കിൽ 0 ഉണ്ടോ, ബിറ്റ് 1 ആണ് എനിക്ക് വേണ്ടത്, അത് 5 ബിറ്റായിട്ട് വേണ്ടതുകൊണ്ട് അപ്പം 1 കൊടുക്കുക ഉണ്ടോ, 5 ബിറ്റായിട്ട് വേണ്ടത് കൊണ്ട് ഓട്ടോമാറ്റിക്കലി അവിടെ സീറോസ് പാഡ് ചെയ്തിരിക്കുന്നത് കണ്ടോ. അപ്പോൾ 5 ബിറ്റ് ഇസഡ് ഉണ്ട്, ഇസഡൊക്കെ എനിക്ക് 5 ബിറ്റിൻ്റെ ഇസഡ് വേണ്ടതുകൊണ്ട് 5 എണ്ണം അവിടെ വന്നിട്ടുണ്ട്. അപ്പം ഇവിടെ 5 ബിറ്റ് എക്സ് 01 എന്ന് കൊടുത്തിരിക്കുന്നതുകൊണ്ട് 01 ഉണ്ട്, ബാക്കി 3 എക്സ് ആയിട്ട് അവിടെ കണ്ടോ വന്നിട്ടുണ്ട്, പാഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനാണ് സൈസ്ഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്താണ് അൺസൈസ്ഡ് നമ്പേഴ്സ്. Unsized numbers omits the size term. The actual size depends on the host computer but must be at least 32 bits. അതായത് ഒന്നുകൂടെ പറയാം. അൺസൈസ്ഡ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ബേസ് ടേം ഉണ്ട് അവിടെ, ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലായി. താഴത്തെ ടേബിളിൽ കാണിക്കുന്നതാണ് നമ്മുടെ അൺസൈസ്ഡ് നമ്പേഴ്സ്. ഇവിടെ സ്ലാഷ് കഴിഞ്ഞിട്ടാണ് ബി. നേരത്തെയൊക്കെ എങ്ങനെയാണ് 5-B അങ്ങനെ ബിറ്റല്ലേ വന്നിരുന്നത്. ഇവിടെ സ്ലാഷ് കഴിഞ്ഞ് ബിറ്റ്, അതായത് ചിലപ്പം ഈ കമ്പ്യൂട്ടർ ഡിപ്പെൻഡിങ് അപ്പോൺ ദി ഹോസ്റ്റ് കമ്പ്യൂട്ടറാണ്, നമ്മൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ പോലെ അടിക്കും. An unsized number omits the term. The actual size depends on the host computer but must be at least 32 bits. മിനിമം 32 ബിറ്റ്സ് എങ്കിലും ഉണ്ടായിരിക്കുകയും ചെയ്യണം. നമ്മൾ എടുക്കുന്ന കമ്പ്യൂട്ടർ എന്താണ് അതുപോലെ തന്നെ. ഇപ്പോൾ ഇത് കണ്ടോ, ഇവിടെ ഇപ്പം ഞാൻ /B 11010, പക്ഷേ എനിക്കതിനെ അൺസൈസ്ഡ് ആയിട്ട് കിട്ടണമെങ്കിൽ 32 ബിറ്റായിട്ട് തന്നെ അതിനെ കാണിക്കും. അതിനാണ് അൺസൈസ്ഡ് നമ്പർ എന്ന് പറയുന്നത്. അടുത്ത ഒരു പ്രോഗ്രാം സ്കെൽട്ടൺ കൂടെ ഉണ്ട്. പ്രോഗ്രാം സ്കെൽട്ടൺ എന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്ത ഡേറ്റ ടൈപ്പായിട്ട് കാണിക്കുന്നത് പ്രോഗ്രാം സ്കെൽട്ടൺ ആണ്. പ്രോഗ്രാം സ്കെൽട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഡേറ്റ ടൈപ്സ്. പ്രോഗ്രാംസിലുള്ള ഡേറ്റ ടൈപ്പ് അല്ല, അത്രയേ ഉള്ളൂ നമ്മുടെ ഡേറ്റ ടൈപ്സുകൾ. ഇനി അടുത്ത ടോപ്പിക്കാണ് പ്രോഗ്രാം സ്കെൽട്ടൺ. പ്രോഗ്രാം സ്കെൽട്ടൺ എന്ന് പറഞ്ഞാൽ ഇതാണ് ഒരു പ്രോഗ്രാം സ്കെൽട്ടൺ. ഇപ്പോൾ നമ്മൾ പ്രോഗ്രാം എഴുതുന്ന കണ്ടല്ലോ, ആദ്യം നമ്മളൊരു മൊഡ്യൂൾ, ആ മൊഡ്യൂൾ നെയിം എന്ത് ചെയ്യണം, നമ്മൾ ഡിക്ലെയർ ചെയ്യണം അല്ലേ. മൊഡ്യൂൾ നെയിം എന്താണോ അത് നമ്മൾ ഡിക്ലെയർ ചെയ്യുക. പിന്നെ സെക്കൻഡ് പോർഷനിൽ എന്താ, പോർട്ടിന് ഡിക്ലറേഷൻ കൊടുക്കുക, എത്ര ഇൻപുട്ട് ഉണ്ട്, എത്ര ഔട്ട്പുട്ട്സ് ഉണ്ടെന്ന്, എത്ര ഇൻഔട്ടുകൾ. ചിലപ്പോൾ ഇൻപുട്ടായിട്ടും ഔട്ട്പുട്ടായിട്ടും നമുക്ക് കാണിക്കേണ്ടി വരും. ചിലപ്പം ഇപ്പോൾ എന് നമുക്ക് ഇൻപുട്ടായിട്ടും ഔട്ട്പുട്ടായിട്ടും കാണിക്കണമെങ്കിൽ നമ്മൾ ഇൻഔട്ട് എന്ന് പറഞ്ഞാൽ കൊടുക്കാറ്. അതിപ്പോൾ ഇൻപുട്ട് A, B, C ഇത് 3 ഇൻപുട്ടായിട്ട് കാണിക്കുക, ഔട്ട്പുട്ട് എക്സും വൈയും ആണ്. ഇൻഔട്ട് A, B അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഇൻപുട്ടിന് Aയും B ഇൻപുട്ടായിട്ടും ഔട്ട്പുട്ടായിട്ട് യൂസ് ചെയ്യാന്നുള്ളതാണ്. അടുത്ത് പിന്നെ വന്നിരിക്കുന്നത് വയേഴ്സിനെ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് രജിസ്റ്റർ, ഇൻറ്റിജർ, വയേഴ്സൊക്കെ ഡിക്ലെയർ ചെയ്യുന്നത് ഡിക്ലറേഷൻ പോർഷനാണ് മൂന്നാമത് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം മൊഡ്യൂളിനെ ഡിക്ലെയർ ചെയ്യുക, പിന്നെ എത്ര ഇൻപുട്ട് ഉണ്ട്, ഔട്ട്പുട്ട് ഉണ്ട്, പിന്നെ വയേഴ്സ് ഉണ്ടെങ്കിൽ വയേഴ്സ്, ഇൻറ്റിജർ ടേംസ് എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ, രജിസ്റ്റേഴ്സ് എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ അതിന് നമ്മൾ ഡിക്ലെയർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ചെയ്യേണ്ട പ്രോഗ്രാം എന്താണെന്നുള്ളത് എഴുതി കൊടുക്കുക. ചിലപ്പം അതുണ്ട് നോട്ട് G2, ഇപ്പം ഞാൻ കുറച്ച് മുമ്പ് നെഗേഷൻ I0 എന്ന് പറഞ്ഞില്ലേ, അപ്പം നെഗേഷൻ I0 ചിലപ്പം എടുത്ത് കൊടുക്കണമെങ്കിൽ നോട്ട് I0 എന്ന് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ചെയ്യേണ്ട ഓപ്പറേഷൻ എന്താണ്, നോട്ട് ചെയ്യാനാണോ അത് ഓർ ഓപ്പറേഷൻ ചെയ്യാനാണോ, അത് എന്താണെന്നുള്ളത് നമ്മൾ കൊടുക്കണം. അതാണ് ഇൻസ്റ്റാറ്റേഷൻ ഓഫ് ഇന്നതൊക്കെ. അത് ശരിക്കും ഓട്ടോമാറ്റിക്കലി ചിലപ്പോൾ ഇന്നർ ലെവലിൽ തന്നെ ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതി കൊടുക്കണം. ചിലപ്പോൾ നമുക്ക് എല്ലാ കേസിലൊന്നും ആവശ്യം വരത്തില്ല. ഓക്കെ, അപ്പം നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യാം, ഇപ്പോൾ എനിക്കൊരു ഓറിൻ്റെ ഓപ്പറേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ന കാര്യങ്ങൾ ഓർ ചെയ്താൽ മതിയല്ലോ. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രക്ചറൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അതിപ്പോൾ ഞാൻ അസൈൻ ചെയ്ത് കൊടുക്കുക. അസൈൻ ഓപ്പറേഷനൊക്കെയാണ് നമ്മൾ സ്ട്രക്ചറൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയും. പിന്നെ മെയിനായിട്ട് എൻഡ് ബ്ലോക്കൊക്കെ എൻഡ് മൊഡ്യൂളാണ് വരുന്നത്. ഓക്കെ, ഇത്രയാണ് മെയിനായിട്ട് വരുന്ന പ്രോഗ്രാം സ്കെൽട്ടൺ. അത് വരുന്ന ഓരോ പാർട്സുകൾ എന്ന് പറയുന്നത്.